welcome back to our English class. So, മക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഗ്രാമർ പാർട്ട് ആണ്. സോ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ എന്താണ് തിങ്കിങ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഗ്രാമർ പാർട്ട് ആണ്. വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ആക്ച്വലി ഇവിടെ നമുക്ക് ടു റൈറ്റ് അല്ലെങ്കിൽ ഫോർ റൈറ്റിംഗ് എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. ആക്ച്വലി ഇറ്റ് ഷോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഫിനിറ്റീവ് ടു വേർബും അതല്ലെങ്കിൽ ING ഫോം ഓഫ് ദി വേർബും. അതാണ് ഇവിടെ കാണുന്ന ഡിഫറൻസ്. ഓക്കെ, ഇതിൽ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇൻഫിനിറ്റീവ് വേർബാണ്, അതായത് ടു ഇൻഫിനിറ്റീവ് വേർബ്. ഒരു വേർബിന് മുൻപിൽ നമ്മൾ ടു എന്ന് പറയുന്ന ഒരു വാക്ക്, ടു എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ നമ്മൾ ചേർക്കുന്ന സമയത്ത് വാട്ട് ബിക്കംസ് ദ മീനിങ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ടു ബൈ ആഡിങ് ടു ദ വേർബ്. ഓക്കെ, നമ്മളൊരു വേർബിന് മുൻപ് ടു എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നത് കൊണ്ടുള്ള പർപ്പസ് എന്താണ്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്ക്, നിങ്ങൾ തിങ്കിങ് അബൌട്ട് ലാംഗ്വേജ്. ലുക്ക് അറ്റ് ദീസ് സെന്റൻസസ്. വി ഹാവ് ടു സെന്റൻസസ് ഹിയർ, റൈറ്റ്? Evelyn was determined to live a normal life. Evelyn managed to conceal her growing deafness from friends and teachers. The italicized parts answer the questions. What was Evelyn determined to do? എന്താണ് എവ്ലിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഈ പറയുന്ന ഇറ്റാലൈസ്ഡ് പാർട്ട് ആണ്. നോക്കൂ, and what did Evelyn manage to do? They begin with a to verb, like to live, to conceal. ഇവിടെ ടു വേർബ് ആണ് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് എന്താണ് ടു വേർബ് എന്നല്ലെങ്കിൽ അതിൻ്റെ ഒരു പർപ്പസ് നമുക്ക് നോക്കാം. യൂസ് ഓഫ് ടു വേർബ്, ടു പ്ലസ് വേർബ്. ഓക്കെ, നമ്മൾ ഈ ഒരു ശൈലി അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ എന്താണ്, വാട്ട് ഇസ് ദ പർപ്പസ്? This phrase is used when we need to present the purpose or the intention of an action. Actually, നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്തിനാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട സമയത്താണ് നമ്മൾ ഈ ടു പ്ലസ് വേർബ് ഫോം ഉപയോഗിക്കുന്നത്. This phrase is actually a shorter way of writing in order to verb. Okay, actually എന്താണ് a shorter way of writing in order to verb, അല്ലേ? ഇറ്റ്സ് എ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, ഇത് വളരെ ഷോർട്ടസ്റ്റ് മെത്തേഡ് ആണ്. അത് നമ്മുടെ ഇന്റൻഷൻ എന്ത് ചെയ്യാണ്, ഇതിനെ മനസ്സിലാക്കി കൊടുക്കാണ്. ഓക്കെ, നമ്മൾ റീഡർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരിലേക്ക് നമ്മൾ അത് എത്തിച്ചു കൊടുക്കാണ്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നമ്മുടെ ഒരു നമുക്കൊരു എക്സസൈസ് തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോവിങ് സെന്റൻസസ്. ഓക്കെ, ഇവിടെ താഴെ തന്നിരിക്കുന്ന സെന്റൻസസ് എന്താണ്? വി മസ്റ്റ് റീഡ് ആൻഡ് വി മസ്റ്റ് ഫിൽ ദ ബ്ലാങ്ക്സ്. ഓക്കെ, ബിഗിനിങ് വിത്ത് എ ടു വേർബ്, try to understand, try to answer the questions in brackets. The school sports team hops. സ്കൂളിലെ സ്പോർട്സ് ടീം they hop. അവരെന്താണ് ഹോപ്പ് ചെയ്യുന്നത്? അവരെന്തിനായിരിക്കും പ്രതീക്ഷിക്കുന്നത്? What does it hop to do? ടീം എപ്പോഴും എന്തിനാ ഹോപ്പ് ചെയ്യുക? To win, ജയിക്കണം, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? To win, ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു അവർ പ്രതീക്ഷിക്കുന്നു, അല്ലാണ്ട് തോൽക്കാൻ ആരും പ്രതീക്ഷിക്കൂലല്ലോ, ഇല്ല. We all want dash. What do we all want to do? നമുക്ക് എന്ത് വേണം? നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എന്ത് വേണം? നമുക്ക് എന്ത് വേണം? ഹാപ്പിനെസ് വേണം, സന്തോഷിക്കണം, നമുക്ക് എല്ലാവർക്കും സക്സസ് വേണം, അല്ലേ? We all want to എന്താണ് work very hard, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? We all want success, we all want to work hard, we all want to win, we all want to study. എന്നിപ്പോ നമുക്ക് verb കൊടുക്കണം, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? We all want to work. നമുക്കൊക്കെ എന്ത് വേണം? വർക്ക് വേണം, ജോലി ചെയ്യണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. They advise the hearing impaired child's mother. അവരെന്ത് ചെയ്തു? ഈ ചെവി കേൾവി കുറവുള്ള അല്ലെങ്കിൽ ചെവിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടിയുടെ അമ്മയെ അവരെന്താ ഉപദേശിച്ചത്? They advise the hearing impaired child's mother. എന്താണ് ഉപദേശിച്ചത്? To change the school. അല്ലേ? സ്കൂൾ മാറ്റാൻ എന്ത് ചെയ്തു? എന്താണ് ഉപദേശിച്ചു. നമ്മൾ എവ്ലിൻ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് ഹെഡ് മിസ്ട്രസ് വിളിച്ചിട്ട് പറഞ്ഞു ഷീ ക്യാൻ ബി മൂവ് ടു എങ്ങോട്ടേക്കാണ്? ഇതേപോലെ ഡെഫ് കുട്ടികൾ പഠിക്കുന്ന, ഇംപയർഡ് കുട്ടികൾ പഠിക്കുന്ന, ഡിസേബിൾ കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് എവ്ലിനെ എന്ത് ചെയ്യാം? അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം? മാറ്റാം, ചേഞ്ച് ചെയ്യാന്ന് ഉപദേശിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? ടു ചേഞ്ച് ദ സ്കൂൾ. അവരെന്താ അഡ്വൈസ് ചെയ്തത്? ടു ചേഞ്ച് ദ സ്കൂൾ. നെക്സ്റ്റ് നോക്കുക നിങ്ങൾ. The authorities permitted us to dash. എന്തിനാണ് അതോറിറ്റീസ് പെർമിറ്റ് ചെയ്യുന്നത്? The authorities permitted us to. അതോറിറ്റീസ് നമ്മൾക്ക് എന്തിനാണ് എന്താണ് ഒരു അനുമതി തന്നത്? ഇവിടെ നമുക്ക് എന്ത് എഴുതാം? നമ്മളത് കൂടുതൽ എന്താണ് ഒരു പ്രൊജക്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളടുത്ത് എന്താണ് ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ നമുക്ക് പെർമിഷൻ തന്നു. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? The authorities permitted us to visit the new site.
അല്ലേ? ആ പുതിയ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു? അതോറിറ്റി നമുക്ക് പെർമിഷൻ തന്നു. നമുക്ക് ഇവിടെ എഴുതിക്കൂടെ? നമുക്ക് എഴുതാം. ഫിഫ്ത്ത് വൺ നോക്കിയേ, എ മ്യൂസീഷ്യൻ ഡിസൈറഡ് ടു. എന്തിനായിരിക്കും ഓഫ് കോഴ്സ് ഒരു മ്യൂസീഷ്യൻ എന്ത് ചെയ്യുക? തീരുമാനിക്കാം. വാട്ട് ഇസ് ദ മ്യൂസീഷ്യൻ ഡിസൈർ ടു ഡു? എന്തായിരിക്കും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാകുക? നമുക്കിവിടെ എന്ത് ചെയ്യാം? A musician desired to നമുക്ക് എന്ത് എഴുതാം? To sing a new song, to compose a new song. അല്ലെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? To compose a new tune. ഒരു പുതിയൊരു ട്യൂൺ എന്താണ്? അദ്ദേഹം എന്ത് ചെയ്തു? അല്ലെങ്കിൽ എന്താണ്? To compare a new raga എന്ന് എഴുതാം. നമുക്ക് പുതിയൊരു രാഗം കമ്പയർ ചെയ്യാൻ അദ്ദേഹം എന്ത് ചെയ്തു? അല്ലേ? എന്ത് ചെയ്തു? അദ്ദേഹം ഡിസൈഡ് ചെയ്തു. അപ്പൊ എപ്പോഴും എന്താണ്? ടു ഇൻഫിനിറ്റി നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥം കൂടുതൽ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? ലിസണർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഇതാണ് എന്ത്? ടു ഇൻഫിനിറ്റീവിന്റെ പർപ്പസ്. എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടി മിസ് ഇവിടെ പറയട്ടെ. ടു ഇൻഫിനിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ ടു ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ വേറെ we3 ഫോം ഓഫ് ദി വേർബ് ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. we always use only we1 ഫോം ഓഫ് ദി വേർബ്. നമ്മൾ എപ്പോഴും എന്താണ്? ബേസ് ഫോം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ടുവിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അത് ഓർത്ത് വെക്കാം. ടുവിന് ശേഷം എപ്പോഴും നമ്മൾ ബേസ് ഫോം ഓഫ് ദി verb മാത്രമാണ് we use. Okay, we won't use any other form of the verbs. Okay, hope it is clear, and I also hope that the video it was useful for you people. So thank you so much.